ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വ്രതശുദ്ധിയുടെയും നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും നല്ല നാളുകളിൽ ദൈവവുമായി ഏറ്റവും അടുത്ത് ഇടപെടുവാൻ ഈ നോമ്പിൻ്റെ കാലയളവ് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ച സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പാപമോചനവും സൗഖ്യവും യേശുക്രിസ്തുവിൽ എന്നുള്ള ചിന്താവിഷയമാണ്. അതിനാധാരമായി സഭയായി നൽകിയിരിക്കുന്ന എവങ്കേലിയൻ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങളാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങൾ. അതിലെ ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പക്ഷവാതക്കാരന്റെ കഥയും അദ്ദേഹത്തിന്റെ ജീവിതവും നാം ഒരുപാട് തവണ സംഗ്രഹിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഗ്രന്ഥകർത്താവ് ഈ സുവിശേഷം എഴുതുന്നതിലൂടെ നിലനിൽക്കുന്ന ദൈവികമായ ബോധങ്ങളെയും അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണങ്ങളെയും മാറ്റി കാണിച്ച് ഒരു ദൈവീകതയുടെ പുതിയ മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാഗമാണ് നാം ഇന്ന് വായിച്ച് കേൾക്കുന്നത്. നിരാലംബരായ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ അത് വരച്ചു കാണിക്കുവാൻ, ലോകത്തോട് പ്രസ്താവിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. വിശുദ്ധ മർക്കോസ് ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. യാത്രകളിൽ അത്രയും അദ്ദേഹം കാണുന്ന കാഴ്ചകൾ എപ്പോഴും അദ്ദേഹത്തിന്റെ സുവിശേഷ ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഘടനയായി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. തന്റെ യാത്രയിൽ അത്രയും താൻ കണ്ട വിജാതീയരായ മനുഷ്യരുടെ ജീവിതങ്ങൾ, അവരുടെ വിശ്വാസ സമൂഹത്തിന്റെ ചെറുത്തുനിൽപ്പുകൾ, അതോടൊപ്പം തന്നെ പറയാതെ പോയ, പറയപ്പെടാത്ത ഒരുപാട് മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ ആ ജീവിതവുമായി മറ്റു മനുഷ്യരുമായി ഇടപെടുമ്പോൾ അവരിലൂടെ ലഭ്യമായി തീരുന്ന സൗഖ്യദായക ശുശ്രൂഷയും പാപമോചനവും എന്താണെന്ന് തന്റെ വായനക്കാർക്കും ലോകത്തിനും വിശുദ്ധ മർക്കോസ് കാണിച്ചു കൊടുക്കുകയാണ്. 1-ാം അധ്യായം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഒരുപാട് കഥകൾ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വേദഭാഗത്ത് കാണാം. അവിടെയെല്ലാം ഒരു വശത്ത് യേശുവിന്റെ പ്രതിയോഗികളായി നിൽക്കുന്ന മനുഷ്യർ, മറുവശത്ത് അവനെ ആശ്രയിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് കടന്നു വരുന്ന നിരാലംബരായ ഒരു പറ്റം മനുഷ്യർ. പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ കാണുന്നത് പാപമോചനത്തെയും അതോടൊപ്പം തന്നെ ഒരു പരസ്യമായ പാപികൾക്കുള്ള സ്ഥാനം എന്ത് എന്ന് ലോകത്തോട് കാണിക്കുകയാണ് യേശു കർത്താവ് തന്റെ ഇടപാടുകളിലൂടെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം നമ്മളോട് തന്നെ ചോദിക്കാം, പാപിക്ക് സ്ഥാനം എവിടെയാണ്? പാപമോചനത്തിന്റെ സ്ഥാനം എവിടെയാണ്? നാം ഒരു നോമ്പിന്റെ കാലയളവിൽ കടന്നു വന്നിരിക്കുന്നു. ഈ നോമ്പിന്റെ കാലയളവിൽ ഇതിന്റെ അർത്ഥത്തെയും ഇതിന്റെ വ്യാപ്തിയെയും മനസ്സിലാക്കുമ്പോഴാണ് ചില നഷ്ടപ്പെട്ട ജീവിതങ്ങളെ നേടിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരുന്നത്. ഈ വേദഭാഗത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പാപമോചനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പക്ഷവാതക്കാരനെയാണ് കാണുന്നത്. ഈ പക്ഷവാതക്കാരൻ യേശുവിന്റെ സന്നിധിയിലേക്ക് വരുന്നു. അവനെ കൂട്ടിക്കൊണ്ടു വരുന്നതോ 4 മനുഷ്യർ. അവന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് പാപം? പാപം എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു ജീവിത അനുഭവമാണ്. ദൈവത്തിൽ നിന്നും അകൽച്ച ഉണ്ടാകുമ്പോൾ, ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നാം എവിടെയോ പാപത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ല എങ്കിൽ നാം പാപം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ നിന്ന് നാം അകന്ന് ജീവിക്കുമ്പോൾ തിരിച്ച് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ മുറുകെ പിടിക്കുന്ന, ഒരുക്കുന്ന നാളുകളാണ് നോമ്പ് എന്ന് പറയുന്നത്. മനുഷ്യൻ മനുഷ്യത്വത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നതായിരിക്കണം നമ്മുടെ നോമ്പിന്റെ അനുഭവങ്ങൾ. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ കഫർനഹൂം എന്ന് പറയുന്ന ഒരു ദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ 4 ആളുകളുടെ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷവാതക്കാരന്റെ യാതൊരു റെസ്പോൺസസോ മറുപടികളോ നമ്മൾ കാണുന്നില്ല. ഈ 4 പേർ ഇതാ അവനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് വരുന്നു. അവരുടെ ഒരു റെസ്പോൺസ്, പ്രതികരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വിശ്വാസം കൊണ്ടുള്ള പ്രതികരണമാണ് ഇത്.
വിശ്വാസം കൊണ്ടുള്ള ചെറുത്തുനിൽപ്പാകണം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. വിശ്വാസം കൊണ്ട് നമുക്ക് എങ്ങനെ ചെറുത്തു നിൽക്കുവാൻ കഴിയുന്നുണ്ട്? ഇതാ ഒരു വലിയ ആൾക്കൂട്ടം, അതിന് നടുവിൽ വിശ്വാസം കൊണ്ട് അവർ ചെറുത്തു നിൽക്കുന്നു. പലപ്പോഴും നമ്മൾ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാണ് ആകുന്നത്. ഇത് എപ്പോഴും ഒരു സംഘത്തിന്റെ പര്യായമൊന്നുമല്ല. അത് ആഴമില്ലാത്ത നിലപാടുകളുടെയും ധ്യാനമില്ലാത്ത മമതകളുടെയും ഒരു കൂട്ടമാണ് ഒരു ആൾക്കൂട്ടം എന്ന് പറയുന്നത്. ഇവിടെ ആകട്ടെ 4 പേർ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാതെ വിശ്വാസം കൊണ്ട് ചെറുത്തു നിൽക്കുന്ന 4 മനുഷ്യരായിട്ടാണ് നമുക്ക് അവരെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഈ നോമ്പിന്റെ കാലയളവിൽ ഏറെ പ്രാർത്ഥിക്കുമ്പോൾ, ഏറെ ദൈവവചനം വായിക്കുമ്പോൾ, അവന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്കും വിശ്വാസത്തിന്റെ ചെറുത്തുനിൽപ്പോടുകൂടി ചില പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുമ്പോഴാണ് സഭയായി ഒരുക്കപ്പെടുന്ന ചിന്താവിഷയം പ്രകാരം പാപമോചനവും സൗഖ്യവും യേശുവിൽ നിന്ന് നമുക്ക് സാധ്യമായി തീരുന്നത്. പക്ഷവാതക്കാരന്റെ ജീവിതത്തിൽ സൗഖ്യം അനുഭവിക്കുകയാണ്. പക്ഷവാതക്കാരന്റെ ജീവിതത്തിൽ പാപമോചനത്തിൽ നിന്നുള്ള ഒരു വിടുതൽ അനുഭവിക്കുകയാണ്. ഇതെല്ലാം സാധ്യമായി തീരുന്നത് ഈ 4 മനുഷ്യരുടെ വിശ്വാസം കൊണ്ടുള്ള ചെറുത്തുനിൽപ്പ് കൊണ്ടാണ്. നമ്മളുടെ ജീവിതത്തിലെ ഈ ഒരു 50 ദിവസത്തെ ഒരുക്കം കേവലം 50 ദിവസം മാത്രം ഒതുങ്ങി തീരേണ്ടതല്ല. 50 ദിവസത്തിന് അപ്പുറം ഇനിയും ജീവിക്കുവാനുള്ള ഒരുപാട് ജീവിത അനുഭവങ്ങൾ നമ്മളെ തന്നെ ഒരുക്കുന്ന നാളുകളായിരിക്കണം ഈ 50 ദിവസം. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളോട് പറയുന്നു, എങ്ങനെയാണ് വിശ്വാസം കൊണ്ട് ചെറുത്തുനിൽപ്പ് സാധ്യമായി തീരുന്നത്? എങ്ങനെയാണ് മനുഷ്യത്വത്തിലേക്കുള്ള ഒരു തീർത്ഥാടനം സാധ്യമായി തീരുന്നത്? എങ്ങനെയാണ് ഈ മനുഷ്യന് സൗഖ്യവും പാപമോചനവും ലഭ്യമായി തീരുന്നത്? 4 ചെറിയ ചിന്തകൾ ഈ വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്നു. ഒന്ന്, ഈ വേദഭാഗം നമുക്ക് പറഞ്ഞു തരുന്നു, ഇറ്റ് ഈസ് ത്രൂ ഷെയറിംഗ്. പങ്കുവെക്കുന്നതിലൂടെയാണ്. ഈ 4 മനുഷ്യർ 4 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് പങ്കുവെക്കുന്ന അനുഭവമാണ്. എങ്ങനെയാണ് പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? ഇവിടെ അറിയാം, നമ്മൾ ഈ വായിച്ച വേദഭാഗം ഇത് നടക്കുന്നത് കഫർനഹൂം എന്ന് പറയുന്ന ഇടമാണ്. നഹൂംസ് വില്ലേജ്. ഇത് പേരുകേട്ട ഒരു നഗരമൊന്നുമല്ല, ദരിദ്ര ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭവനങ്ങളും ജീവിതക്രമങ്ങളും ഒരു ദരിദ്രമായ ജീവിത പശ്ചാത്തലം തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു ഭവനത്തിൽ 4 ആൾ ഈ മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ സ്ഥലമില്ല എന്ന് കാണുമ്പോൾ ഒരു ഭവനത്തിന്റെ മേൽക്കൂര പൊളിക്കുകയാണ്. ഭവനം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒയ്ക്കോസ് എന്ന് പറയുന്ന പേഴ്സണൽ സ്പേസ് ആണ്, ഒരു സ്വകാര്യമായ ഇടമാണ്. എന്നാൽ അപരന്റെ സൗഖ്യത്തിനു വേണ്ടി ഒരു സ്വകാര്യമായ ഇടം പൊളിച്ച് നൽകപ്പെടുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ സ്വകാര്യ ഇടങ്ങൾ പങ്കുവെക്കാറുണ്ടോ? ഇല്ലായ്മയിലും കൂടെ നിൽക്കുവാനും സമൃദ്ധിയിലും പങ്കുവെക്കുവാനും കഴിയുന്ന അനുഭവങ്ങളാകണം നമ്മുടെ ജീവിതത്തിന്റെ മാതൃകകൾ. ഒരുപക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഓരോ വിശുദ്ധ കുർബാനയും ഇതുതന്നെയാണ് പറയുന്നത്. വേർതിരിവുകളില്ലാതെ, ഒരു പൊയ്മുഖങ്ങളില്ലാതെ എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഇടമാണ് വിശുദ്ധ കുർബാന. എന്നാൽ പലപ്പോഴും ആ കുർബാനയുടെ അനുഭവം കൈക്കൊണ്ടതിന് ശേഷം പലപ്പോഴും നമ്മൾ അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ ഒരു സ്വകാര്യമായ ഇടം പങ്കുവെക്കുകയാണ്. ഈ 4 പേർ അവരുടെ ജീവിതം, സമയം, അവരുടെ എല്ലാ അധ്വാനങ്ങളും ഈ പക്ഷവാതക്കാരനു വേണ്ടി മാറ്റി വെക്കുകയാണ്. അവരുടെ ജീവിതം അവരിനു വേണ്ടി പങ്കുവെക്കുകയാണ്. ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്കും ഇതുപോലൊക്കെ ഒരു വിശ്വാസത്തിന്റെ തീർത്ഥാടനം സാധ്യമായി തീരുന്നത് പങ്കുവെക്കുന്ന അനുഭവത്തിലൂടെയാണ്. 2, ഈ വേദഭാഗം പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഒരു തീർത്ഥാടനം, സൗഖ്യത്തിന്റെയും അതോടൊപ്പം തന്നെ പാപമോചനത്തിന്റെയും അനുഭവം നമുക്ക് ഉണ്ടാകുവാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് ത്രൂ ബെയറിംഗ്. അന്യോന്യം വഹിക്കുന്നതിലൂടെയാണ്. നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ പക്ഷവാതക്കാരനെ കുറിച്ച് നമുക്ക് കാണാം. അദ്ദേഹത്തിന് തനിയെ നടക്കുവാനോ എഴുന്നേൽക്കുവാനോ സാധിക്കുകയില്ല. എന്നാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് സാധ്യതകളുടെ കവാടങ്ങളെല്ലാം മൂടിയിരിക്കുമ്പോൾ അവന് വേണ്ടി ഇതാ 4 പേർ മുന്നോട്ട് വരുന്നു. നെഞ്ചോട് അവനെ ചേർത്ത് പിടിക്കുകയാണ്. അവന്റെ ആവശ്യത്തിനൊത്തവണ്ണം സാധ്യതകളുടെ വാതിലുകൾ ഇതാ അവന് വേണ്ടി തുറക്കുകയാണ്. വഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള അർത്ഥങ്ങളാണ് തോന്നുന്നത്. ഒന്ന്, വഹിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് പണി കൊടുക്കുക എന്നാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരുവന്റെ ആവശ്യങ്ങളിൽ, അത് പ്രയാസമാകുമ്പോഴും ദുഃഖമാകുമ്പോഴും സന്തോഷമാകുമ്പോഴും അവൻ ഉയർന്നു വരുവാൻ തക്കവണ്ണം അവന്റെ കരത്തിന് ബലം നൽകുന്ന അനുഭവമാണ് വഹിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ നോമ്പിന്റെ കാലയളവിൽ ഈ 4 പേർ നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതാ ഈ 4 മനുഷ്യർ
ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയ പക്ഷപാതക്കാരനെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം നോക്കുന്ന നോമ്പും നാം ആചരിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളും എത്ര പേരെ നമ്മുടെ ജീവിതവും ഉൾപ്പെടുത്തി ക്രിസ്തുവിങ്കിലേക്ക് അടുക്കലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മൾ അതിനുള്ള സാധ്യതകൾ തുറന്നു കൊടുത്തു. രണ്ടാമത് ഈ വേദഭാഗം പറഞ്ഞു തരുന്നത് അതാണ്, അന്യോന്യം വഹിക്കുക. അവിടെയാണ് ജീവിതത്തിന്റെ മാതൃകകൾ ഏറ്റവും അർത്ഥവത്തായി തീരുന്നത്. മൂന്നാമത്തെ ചിന്ത ഈ വേദഭാഗം പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ കെയറിങ്. പരസ്പരം സൗഖ്യം നൽകുന്നതിലൂടെയാണ്. സൗഖ്യം നൽകുന്നതിലൂടെയാണ് നമുക്കും സൗഖ്യത്തിന്റെയും അതോടൊപ്പം തന്നെ പാപമോചനത്തിന്റെയും അനുഭവം യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷപാതക്കാരനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ സാധ്യതകളുടെ വാതിലുകളെല്ലാം അടഞ്ഞു പോകുമ്പോൾ, അവന് ആരുമില്ല എന്ന് അവൻ സ്വയം ചിന്തിക്കുമ്പോൾ, ഉറ്റവരും ഉടയവരും അവനെ തള്ളിക്കളയുമ്പോഴും ഇതാ അവന് സൗഖ്യത്തിന്റെ കരങ്ങൾ നീട്ടപ്പെടുകയാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു രോഗത്തിന്റെയോ പ്രയാസത്തിന്റെയോ മധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ, എല്ലാവരും കൈവിട്ടു പോകുമ്പോൾ, ഒരു രോഗിയായിരിക്കുമ്പോൾ ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുന്നത് സാരമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ചില മനുഷ്യരുടെ വാക്കുകളും കരങ്ങളുമാണ്. ഈ മനുഷ്യന് സൗഖ്യത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില മനുഷ്യരുടെ സ്പർശനങ്ങളാണ്. സാരമില്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യാശയും വിശ്വാസമാണ്. നമ്മളൊക്കെ വലിയ സമൂഹങ്ങളായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ സൗഖ്യത്തിന്റെ കരങ്ങൾ നീട്ടപ്പെടുവാൻ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. അവന്റെ മുറിവുകളിൽ, അവന്റെ വേദനകളിൽ ഇതാ സംരക്ഷണമായി 4 ആൾ മാറുകയാണ്. ക്രിസ്തു അവന്റെ പാപത്തെയും രോഗത്തെയും സൗഖ്യമാക്കുകയാണ്. അവൻ ജീവിതത്തിന്റെ പുതിയ അനുഭവങ്ങളിലേക്ക് അവൻ തിരികെ ചേരുകയാണ്. നമ്മുടെ ഭവനങ്ങളും നമ്മുടെയൊക്കെ ജീവിതങ്ങളും സംഭാഷണങ്ങളും നമ്മുടെ ഇടപാടുകളും ഇതുപോലെ സൗഖ്യം നൽകുന്ന ഇടപാടുകളായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവസാനമായി ഒരു കാര്യം കൂടെ ഈ വേദഭാഗം സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് സൗഖ്യത്തിന്റെ ആത്മാവിനെ അതോടൊപ്പം തന്നെ പാപമോചനവും ലഭിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ചെറുത്തുനിൽപ്പ് പുതിയ തുറവികൾ സാധ്യമാക്കി തീർക്കുന്നത്? ഇറ്റ് ഈസ് ത്രൂ റീക്ലെയിമിങ്. വീണ്ടെടുക്കുന്നതിലൂടെയാണ്. ഈ പക്ഷപാതക്കാരനും വീണ്ടെടുക്കപ്പെടുകയാണ്. 4 പേർ അവരുടെ സമയവും കഴിവും പങ്കുവെക്കുമ്പോൾ ഈ മനുഷ്യനും ജീവിതത്തിലേക്ക് വീണ്ടെടുക്കപ്പെടുകയാണ്. നഷ്ടമായ ജീവിതം, നഷ്ടമായ സ്നേഹബന്ധങ്ങൾ, നഷ്ടമായ കുടുംബങ്ങൾ, ഇതെല്ലാം അവൻ വീണ്ടെടുക്കപ്പെടുകയാണ്. ഇതാ എല്ലാം നഷ്ടമായെന്ന് ചിന്തിച്ച ഇടത്ത് അവൻ പുതുതായി അവന്റെ ജീവിതത്തെ ആരംഭിക്കുകയാണ്. നമ്മൾ രൂത്തിന്റെയും ബോസിന്റെയും ജീവിത അനുഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, രൂത്ത് തന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി പോയി. ആരുമില്ല സഹായിക്കുവാൻ എന്ന് കരുതിയെടുത്ത ഇതാ ബോവസ് അവളുടെ വീണ്ടെടുപ്പുകാരനായി മാറുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിലും ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ ഒരുപാട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതവും വീണ്ടെടുക്കപ്പെടുന്നു. ഇതാ ജീവന്റെ അനുഭവങ്ങളിലേക്ക്, ജീവന്റെ പുതിയ തുറവികളിലേക്ക്, വിശ്വാസത്തിന്റെ പുതിയ ചെറുത്തുനിൽപ്പോടുകൂടി ജീവിക്കുവാൻ അവൻ നമ്മളെ വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്ര ശേഖരിച്ചു വെച്ചു എന്നതിലല്ല പ്രാധാന്യം, ശേഖരിച്ചു വെച്ചത് എത്രമാത്രം ചിതറിച്ചു നൽകി എന്നതിലാണ് പ്രാധാന്യം. ശേഖരിച്ചു വെച്ചതിനേക്കാൾ നമ്മുടെ ഈ ജീവിതം ഒരുപാട് മനസ്സുകളിലേക്കും ജീവിത അനുഭവങ്ങളിലേക്കും ചിതറിച്ച് നൽകുമ്പോഴാണ് വീണ്ടെടുപ്പിന്റെ അനുഭവം സാധ്യമായി തീരുന്നത്. ഇതാ ഈ നോമ്പിന്റെ 3-ാമത്തെ ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് ദൈവവചന ധ്യാനങ്ങൾ നടത്തുമ്പോൾ ഈ 4 ആൾ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. 4 കാര്യങ്ങളാണ് പറയുവാൻ ആഗ്രഹിച്ചത്. എങ്ങനെയാണ് വിശ്വാസത്തിന്റെ ചെറുത്തുനിൽപ്പ് സാധ്യമായി തീരുന്നത്? എങ്ങനെയാണ് പാപമോചനവും സൗഖ്യവും യേശുവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? അതിനാവശ്യം ഇറ്റ് ഈസ് ത്രൂ ഷെയറിംഗ് ആണ്. നമ്മൾ പങ്കുവെക്കുന്ന അനുഭവം ഉള്ളവരായിരിക്കണം. 2, നമ്മുടെ ജീവിതത്തിൽ ഇറ്റ് ഈസ് ത്രൂ ബെയറിംഗ്. അന്യോന്യം വഹിക്കുന്ന, അന്യോന്യം ചേർത്ത് പിടിക്കുന്ന ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുന്നവർ ആകണം. 3, ഇറ്റ് ഈസ് ത്രൂ കെയറിംഗ്. പരസ്പരം സൗഖ്യം കൊടുക്കുന്നവരാകണം. അവസാനമായി ഇറ്റ് ഈസ് ത്രൂ റീക്ലെയിമിംഗ്. നമ്മുടെ ജീവിതങ്ങളും ജീവിതാനുഭവങ്ങളും അനേകരെ ക്രിസ്തുവിങ്കിലേക്ക്, നമ്മുടെ ജീവിതത്തെ ആണെങ്കിലും വീണ്ടെടുക്കുന്ന അനുഭവങ്ങൾ സാധ്യമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ നാം ഒരുക്കണം. അവിടെയാണ് സൗഖ്യവും അതോടൊപ്പം തന്നെ ഒരു രോഗശാന്തിയും നമുക്കുണ്ടാകുന്നത്. ഈ നല്ല നോമ്പിന്റെ നാളുകൾ തുടർന്നും നോമ്പിന്റെ അപ്പുറങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ വൃദ്ധാടനം ചെയ്യുവാൻ, രോഗത്തിന്റെ സൗഖ്യവും പാപമോചനവും ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ആമേൻ.